പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളെ മധ്യയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് ഈ നിമിഷം അല്പനേരം ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം അല്പനേരം നമുക്ക് ചിന്തയ്ക്കായി എടുക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടത് ആകുന്നു. ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ ക്രിസ്തു നടന്നതുപോലെ നടക്കേണ്ടത് ആകുന്നു. ക്രിസ്തുവിൽ, ദൈവത്തിൽ വസിക്കുക എന്ന വിഷയമാണ്. ദൈവത്തിൽ എങ്ങനെ വസിക്കുവാൻ കഴിയും? അതിൻ്റെ 3-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു. ദൈവത്തെ ഒരുവൻ അറിയണം. ദൈവത്തെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവം കോപിക്കും അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും എന്ന് മനസ്സിലാക്കണമെങ്കിൽ തെറ്റേതാണ് ശരി ഏതാണെന്ന് നാം ദിനം പ്രതി എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇവിടെ വാക്യം പറയുന്നു, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ. അപ്പോൾ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ, ദൈവവചനം അനുസരിക്കുന്നു എങ്കിൽ നാം എങ്ങനെയാണ്? നാം ദൈവത്തെ അറിഞ്ഞവരാണ്. അപ്പം ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തി ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ, ലോകത്തിൻ്റെ വഴികളെ ഉപേക്ഷിക്കുവാനിടയാകും. ദൈവം എന്നിൽ നിന്ന് അല്ലെങ്കിൽ എന്നെ വെറുക്കും, ദൈവം എന്നെ ഉപേക്ഷിക്കും, ദൈവത്തിൻ്റെ കരം എന്നിൽ നിന്ന് അകന്നു മാറും എന്നൊരു ഭക്തൻ, ഒരു വ്യക്തി മനസ്സിലാക്കിയാൽ അവൻ ദൈവത്തിൻ്റെ കൽപ്പന ഉള്ളതുകൊണ്ട് ആ കൽപ്പന നിമിത്തം താൻ തെറ്റ് ചെയ്യാനായിട്ട് ഇടവരുകയില്ല. ഇപ്പൊ നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ലോകത്താണ് നാം വസിക്കുന്നത്. തെറ്റ് ചെയ്യരുതെന്നും പാപത്തിന് അവസരം കിട്ടിയാലും പാപം ചെയ്യരുതെന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ പാപത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് പാപം ചെയ്യുന്ന ഒരു മനുഷ്യനോട് ദൈവത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. കാരണം പാപത്തെ വെറുക്കുന്നവനാണ് കർത്താവ്. ആ പാപ സ്വഭാവം ഒരു മനുഷ്യനിൽ നിന്ന് വിട്ടുമാറണമെങ്കിൽ അത് ദൈവവചനത്താൽ മാത്രമേ അവനൊരു പൂർണ്ണതയിലേക്ക് വരുവാൻ കഴിയത്തുള്ളൂ. അപ്പം ദൈവത്തെ അറിയണം. ഈ ചിന്തയിൽ നിന്നും, ഈ വിഷയത്തിൽ നിന്നും, ഒന്നാമത് ഈ ഭാരത്തിൽ നിന്നും, ഈ അവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു മനുഷ്യന് മോചനം ലഭിക്കണമെങ്കിൽ, നാം അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയിൽ നിന്നും ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടയാകണമെങ്കിൽ നാം ദൈവത്തെ
മറ്റുള്ളതിനേക്കാൾ ഏറെ സ്നേഹിക്കണം, അനുസരിക്കണം, അംഗീകരിക്കണം. എന്നാലേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ അനുസരിക്കുന്നവനോടൊപ്പം ആരുണ്ടായിരിക്കും? ദൈവം ഉണ്ടായിരിക്കും. തൊട്ടടുത്ത വാക്യം പറയുന്നു, അവനെ അറിഞ്ഞിരിക്കുന്നെന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാ. അപ്പൊ ദൈവത്തെ അറിയാമെന്ന് പറയുന്നു, പക്ഷേ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പുറമേ ഭയങ്കര ഭക്തനാ, പുറമേ ഭയങ്കര രീതിയിൽ ഭക്തി വെളിപ്പെടുത്തുന്നവനാ, പക്ഷെ വേദപുസ്തക പ്രകാരം നോക്കുവാണെങ്കിൽ അവനെ മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നവനാ. മനുഷ്യനെ ലോകമെന്ന കുരുക്കിനകത്ത് കുടുക്കിക്കളയുക. അവൻ ആരുടെ സ്വഭാവമാ? കള്ളന്റെ സ്വഭാവം. ആരാ കള്ളൻ? പിശാച്. കള്ളന്റെ പ്രത്യേകത എന്താണ്? മോഷ്ടിച്ച് കളയുക. ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടത് മോഷ്ടിക്കുന്നവനാണ് കള്ളൻ. അവനൊരു ആത്മാവാണ്. കള്ളൻ വസിക്കേണ്ട ഒരു ശരീരവും ദൈവം വസിക്കേണ്ട ശരീരവും രണ്ട് ശരീരമാണ്. ഈ ശരീരത്തിന്റെ ഉള്ളിൽ ആരാണ് വസിക്കുന്നത്? കള്ളനാണോ ദൈവമാണോ എന്നുള്ളത് ആ മനുഷ്യന്റെ പ്രവൃത്തിയിൽ അറിയാം. വചനപ്രകാരം ജനത്തെ പഠിപ്പിക്കുകയും വചനപ്രകാരം ലോകത്തിൽ ജീവിക്കുകയും മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുകയും അത് കർമ്മമല്ല പ്രവൃത്തിയാണെന്നും അത് ക്രിസ്തുവിലൂടെയാണെന്നും അത് യാഗങ്ങളിലല്ല, അർപ്പണങ്ങളിലല്ല, നേർച്ചകളിലല്ല, കാഴ്ചകളിലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ഒരുവനെ നിത്യതയിലേക്ക് കൊണ്ടുപോകുമെന്നും പഠിപ്പിക്കുന്നവനാണ് ഒരു ദൈവ പൈതൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൻ. ദൈവത്തെ അനുസരിക്കുന്നവന് തെറ്റിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഇവിടെ എന്തോ വായിക്കുന്നേ? അവനെ അറിഞ്ഞിരിക്കുന്നു, അല്ലേ? ചില വ്യക്തികളുടെ ക്യാരക്ടർ നോക്കിയാൽ അറിയാം. നമുക്ക് ദൈവത്തെ അറിയാം. സത്യം പറഞ്ഞ ദൈവത്തെ അറിയേണ്ടതുപോലെ ആർക്കും ഇന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ചെറിയ വെളിപ്പാടിലാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഞാൻ വചനത്തിന്റെ പൊരുൾ തിരിക്കുക. ദൈവത്തെ അറിയണമെങ്കിൽ നാം അറിയാൻ ശ്രമിക്കണം, അല്ലേ? നമുക്ക് ദൈവത്തെ അറിയണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അറിയാൻ ശ്രമിക്കണം. ഒരാളെ അറിയണമെങ്കിൽ അവർക്കൊപ്പം ജീവിക്കണം. അവർക്കൊപ്പം വസിക്കണം. എങ്കിലേ അവരെ ക്യാരക്ടർ, അവരെ സ്വഭാവം, അവരുടെ ഉള്ളിലിരിക്കുന്ന എന്തെന്ന് മനസ്സിലാക്കണം. അവരെ യഥാർത്ഥ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം അവർക്കൊപ്പം നടക്കണം. ഇത് തന്നെ കർത്താവ് പറയുന്നത്, എന്നിൽ വസിക്കുവിൻ. യേശുവിനെ അറിഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞതിന് തുല്യമാണ്. ക്രിസ്തുവിൽ പിതാവ് വസിക്കുന്നു. ആ ക്രിസ്തു നിന്റെ അകത്ത് വസിക്കുമ്പോൾ നീ ക്രിസ്തുവിലും ക്രിസ്തു നിന്നിലും, നീ പിതാവിലും പിതാവ് നിന്നിലും പരിശുദ്ധാത്മാവിനാൽ വലയപ്പെട്ട ഒരു ജീവിതമായിരിക്കും നിന്റെ ജീവിതം. ദൈവം ആഗ്രഹിക്കുന്ന നാം ഒന്നായിരിക്കുന്നത് പോലെ നമ്മിൽ ഒന്നായി തീരേണ്ടതിന്, ക്രിസ്തുവിൽ ഒന്നായിത്തീരണം. ദൈവമക്കൾ ഭയങ്കരമാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ വേർതിരിവല്ല, ഐക്യതയാണ്, ഒരുക്കമാണ്. ഏക മനസ്സ്, ഏക ശരീരം, ഏക വിശ്വാസം, ഏക ലക്ഷ്യം, ഏക ദർശനം. ദൈവത്തിന്റെ ദർശനം തന്നെയാണ് പുത്രനുള്ളത്. പുത്രന്റെ ദർശനം തന്നെയാണ് പുത്രനിൽ വിശ്വസിക്കുന്നവനും വസിക്കേണ്ടത്. അതാണ് കർത്താവ് പറഞ്ഞ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്.
ഇപ്പൊ ദൈവത്തെ അറിയാന്ന് പറയുന്നവൻ എന്ത് ചെയ്യാ? ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്നില്ല. ഈ കുരുക്ക് വഴികൾ നോക്കി നടക്കുന്ന മനുഷ്യൻ. പക്ഷെ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ ഇരിക്കുക, സത്യവചനം നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായ രീതിയിൽ തിരുവചനം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനത്തിലുള്ള കാര്യമുണ്ടോ? നീ അനുസരിച്ചേ പറ്റൂ. നീ ദൈവവചന പ്രകാരം അനുസരിച്ച് നോക്കിക്കേ. ദൈവവചനത്തെ അനുസരിച്ച്, ദൈവത്തെ കീഴ്പ്പെട്ട്, ദൈവത്തെ വിശ്വസിച്ച് ജീവിച്ച് പിശാച് നിന്റെ ജീവിതത്തിനകത്ത് പ്രവേശിക്കില്ല. കാരണം അവന് നിന്നെ തൊടുവാൻ കഴിയില്ല. അവന്റെ ജീവിതത്തിനകത്ത് പാപമെന്ന അശുദ്ധൻ അവന് പ്രവേശിക്കുവാൻ കഴിയില്ല. എന്താ കാരണം? പാപത്തെ ജയിച്ച് ക്രിസ്തുവിനാൽ വലയപ്പെട്ടിരിക്കുന്നവനാ. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ, ദൈവത്തെ അറിയാം എന്ന് പറയുന്നു, പക്ഷെ അവൻ ദൈവത്തിന് എതിരായിട്ടാണ് നിൽക്കുന്നത്. ദൈവത്തിന് എതിരായിട്ട്. ദൈവത്തിൻ്റെ വചനം, ആ പൊരുളുകൾ, ആ സത്യം ജനത്തിൻ്റെ ഇടയിൽ മറച്ചു കളയുന്ന ഒരനുഭവം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവന് കള്ളനാകുന്നു എന്നും അവനിൽ കള്ളനാകുന്നു എന്നും സത്യം അവനിലില്ല. സത്യം യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുക്രിസ്തുവാകുന്ന വഴിയിൽ നീ കയറിയാൽ നിന്നെ സത്യത്തിൽ നടത്തി ജീവനിൽ നിന്നെ ഒരുക്കിയെടുക്കും. ലോകത്തിന്റെ ജ്ഞാനം, ലോകത്തിന്റെ അറിവ്, ലോകത്തിന്റെ കണ്ടുപിടുത്തം, ലോകത്തിന്റെ ചിന്ത, ലോകത്തിന്റെ വഴി എല്ലാം ലോകം കാണിക്കുന്നത് മുഴുവനും ദൈവത്തിന് എതിരായിട്ടാണ് നിൽക്കുന്നത്. മനുഷ്യ, ഈ ഭൂമിയിൽ ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുകയും വിലയേറിയതായി കണ്ടിരിക്കുന്ന ഒന്നാണ് മനുഷ്യൻ. പാപത്തിലൂടെ അകന്നുപോയ മനുഷ്യൻ, കാണാതെ പോയ മനുഷ്യൻ, ആ കാണാതെ പോയതിന് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുവാൻ, വില കൊടുക്കുവാൻ, വിലയ്ക്ക് മേടിക്കുവാൻ ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നവനാണ് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു. നമ്മെ അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കുവാനാ, നമ്മെ അശുദ്ധിയിൽ നിന്നും വീണ്ടെടുക്കുവാനാ, നമ്മെ പാപമെന്ന ചുമരിനകത്തുനിന്നും, പാപമെന്ന അന്ധകാരത്തിൽ നിന്നും വിശുദ്ധി എന്ന വെളിച്ചത്തിലേക്ക് നമ്മെ ഒരുക്കി എടുക്കുന്നതാണ് ക്രിസ്തു മുഖാന്തരം ദൈവം എഴുതിയ വചനം. ആത്മാവിനാൽ എഴുതിയ വചനം. വചനം ദൈവമാ. ഈ വചനത്തെ എന്ത് ചെയ്യാണ്? കള്ളം മറയ്ക്കുക. ഈ വചനത്തെ കള്ളം മറച്ചിടുക, ഒളിച്ചു വയ്ക്കുക. ലോകമെന്ന സംഹാരത്തിനകത്ത് ജീവനെ മറച്ചു വയ്ക്കുന്ന ഒരു ഇരുട്ടിന്റെ ആധികാര ശക്തി. ഈ ഇരുട്ടിനെ ആരാ വച്ചിരിക്കുന്നത്? അതും ദൈവമാണ്. നന്മയും തിന്മയും സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. നാം ദൈവത്തെ മറക്കാതെ ഇരിക്കാൻ, മൂന്നാമത് പറയുന്നു, അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവന് ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. മൂന്നാമത് പറയുക. ഒന്നാമത് എന്താ പറഞ്ഞേ? ദൈവവചനം അനുസരിക്കുന്നവൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു.
ദൈവവചനം പ്രമാണിക്കാത്തവൻ, അനുസരിക്കാത്തവൻ കള്ളനാകുന്നു. മൂന്നാമത് പറയാ, ദൈവവചനം അനുസരിക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ ദൈവസ്നേഹം വാസ്തവമായി നിറയപ്പെട്ടിരിക്കുന്നു. എന്താണ് സ്നേഹം? ദൈവം സ്നേഹം തന്നെ എന്ന് പറഞ്ഞാൽ അവന്റെ അകത്ത് ദൈവം വസിക്കുവാനിടയാകുന്നു. അവനെ ദൈവസ്നേഹത്തിലേക്ക് ഒരുക്കിയെടുക്കുന്നു. അവന്റെ ജീവിതത്തെ ദൈവം പണിതെടുക്കാനിടയാകുന്നു. നാം വചനത്തെ വചനം അനുസരിക്കാതെ ഇരുന്നാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. നാം വചനം അനുസരിച്ച് നോക്കിക്കേ, വചനത്തിന്റെ ഉടയവൻ നമ്മുടെ ജീവിതത്തെ പ്രവർത്തിക്കുവാനിടയാകും. ഈ ദൈവസ്നേഹം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവവചനം അനുസരിക്കുമ്പോൾ ദൈവം അവന്റെ ജീവിതത്തിൽ വസിക്കും. അവന്റെ ജീവിതത്തിനകത്ത് സമാധാനം വെളിപ്പെടും. അവന്റെ ജീവിതത്തിനകത്ത് ഇരുട്ടുമാറി വെളിച്ചം അനുഭവിക്കും. ഞാൻ നോക്കിക്കേ, ദൈവസ്നേഹത്തിൽ വസിക്കുവാനിടയാകണം എന്ന് പറഞ്ഞാൽ ദൈവത്തിലായിത്തീരുക, വചനത്തിലായിത്തീരുക. കാരണം നിന്നെ മുഴുവനായി ദൈവത്തിന് വിൽക്കുവാൻ നീ ഒരുക്കമാണോ? ക്രിസ്തുവിൽ പിതാവുണ്ട്. ക്രിസ്തുവിൽ ആരുണ്ട്? പിതാവുണ്ട്. അതേ ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ നമ്മിൽ ആരുണ്ട്? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്താൽ വലയപ്പെട്ട ഒരു ജീവിതം, ദൈവത്തിന്റെ വഴി നടക്കുവാൻ, യഥാർത്ഥ വെളിച്ചത്തിലൂടെ യാത്ര ചെയ്യുന്ന, ആ വാക്യം കുറുവാക്യമനെ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ ആണ് വാക്യം. നാം അവനിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ വചനം അനുസരിക്കുക എന്നാണ്. അവന്റെ കൽപ്പനകൾ, ആ കൽപ്പനയിലേക്ക് അവൻ നടത്തുകയാണ്. ആ കൽപ്പനകളെ മറയ്ക്കുന്ന, നമ്മെ അകൃത്യത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, നമ്മുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന പാപചിന്തയ്ക്കകത്ത് നമ്മെ അടിമയാക്കി നാമും ദൈവവും തമ്മിൽ വേർപെടുത്തിക്കളയുന്ന ഈ ലോക ചിന്തയേക്കാൾ വലുത്, ഈ ലോകത്തിലെ ജ്ഞാനം, അറിവ്, ഇതെല്ലാം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുകയാണ്. നമ്മെ ദൈവത്തിൽ നിന്നും വേർപെടുത്തിക്കളയുക. നീ ഒരിക്കലും ദൈവത്തിങ്കലേക്കായിത്തീരരുത്. തിരുവചനം എന്തോ പഠിപ്പിക്കുന്നേ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. കാരണം എന്തോ? ക്രിസ്തുവിലായിത്തീരുക. ക്രിസ്തുവിലായിത്തീരുന്നവനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തുള്ളൂ. ഈ ലോകത്തിലെ ഏത് സമ്പ്രദായത്തിനകത്തും അതാണ് വേദപുസ്തകം, മറ്റൊരുത്തരിലും ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നീ ആരെ വെച്ചാൽ, ആരെ പ്രതിഷ്ഠിച്ചാലും നീ എന്ന വ്യക്തി ലോകം കൊണ്ട് തീരും. അപ്പുറം കാത്തിരിക്കുന്നത് നിത്യ
നിത്യമായ നരകമാണ്. നമുക്ക് യഥാർത്ഥ വഴി ദൈവം കാണിച്ചു തന്നു. അതാണ് യേശുക്രിസ്തു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ, യേശുവിൽ വിശ്വസിക്കണം. മനുഷ്യനിൽ വിശ്വസിച്ചിട്ട് ഒരു കാര്യവുമില്ല. പണത്തിൽ, മനുഷ്യനിൽ, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, പാരമ്പര്യമായിട്ടുള്ള അനുഭവത്തിൽ നീ ക്രിസ്തുവിനെ വിശ്വസിക്കേ. നിന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കൂ. ലോകത്തെ വിടാൻ പറ്റത്തില്ല, ക്രിസ്തുവിനെ വേണം, നടക്കത്തില്ല. നീ ക്രിസ്തുവിനാൽ വേർതിരിക്കപ്പെടുന്നതുവരെ ഈ പിശാച് നിന്നെ വിട്ടുപോകില്ല. പ്രിയമുള്ളവരെ, നമ്മെ വിലേറിയതാക്കി തീർക്കുന്ന, നമ്മളെ സമ്പന്നനാക്കി തീർക്കുന്ന ഈ പകലും ഞാൻ നിങ്ങളോട് പറയുന്ന വചനം നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുക. നീ ഒരു രോഗിയായിരിക്കും, ഒരു കടഭാരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും, മാരകമായ പ്രതിസന്ധി നീ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും, മരണത്തോട് മല്ല് വിളിക്കുന്ന വ്യക്തിയായിരിക്കും. കുഞ്ഞിതെങ്ങനെ കടന്നു വന്നു? നീ ദൈവത്തെ അറിയുവാൻ, അറിയേണ്ടതുപോലെ അറിയുവാൻ, സൗഖ്യമാക്കുന്ന ക്രിസ്തുവിനെ നിനക്ക് വേണമോ? നീ ദൈവത്തെ കളിപ്പിച്ച ദൈവം നിന്നെയും കളിപ്പിക്കും. പലരും വന്ന് പറയാറുണ്ട്, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, കാര്യം നടക്കുമ്പോൾ അവരങ്ങ് പോവും. പുഴുക്കൾക്ക് വേണ്ടി വേർതിരിച്ചിട്ടിരിക്കുന്ന ഈ ശരീരത്തിൽ ഒരു മുഴ പോകുന്നതിലോ ഒരു രോഗം മാറുന്നതിലല്ല. അല്പനേരം സന്തോഷമായിരിക്കട്ടെ, പക്ഷെ നിത്യമായ നരകത്തിൽ നിന്നെ വലിച്ചെറിയുമ്പോൾ ആ മരണത്തിൽ നിന്നും ഏത് മരുന്നാ രക്ഷപ്പെടുത്തുന്നത്? ദേഹം മണ്ണോട് ചേരുമ്പോ ദേഹി തീയോട് ചേരുന്നു. ചെറിയൊരു സമയമേ നമുക്ക് ഈ മണ്ണിൽ ജീവിക്കുന്നുള്ളൂ. കർത്താവ് സൗഖ്യം തരുന്നെങ്കിൽ സന്തോഷം, പക്ഷേ സൗഖ്യത തന്നതിന് എന്തിനാണെന്നറിയോ? നീ ദൈവത്തെ അറിയുവാൻ വേണ്ടിയാ, ദൈവത്തിങ്കിലേക്ക് നീ മടങ്ങി വരാനാ. ജീവിക്കുന്ന ഒരു ദൈവത്തെ നിന്റെ കണ്ണു തുറന്ന് നീ കാണാനാ. നിന്റെ പണം മുഴുവനും ഹോസ്പിറ്റലുകാർ കൊണ്ടുപോയി. അവര് പറയും, ഇനി കൊണ്ടുപോക്കോ, പ്രാർത്ഥിച്ചോ. കാരണം നിന്റേതെന്ന് പറയുന്ന നിന്റെ കയ്യിൽ നിന്ന് ലോകം മുഴുവനും അവർക്ക് കിട്ടി. ഇനി നിന്നെ വേണ്ട, ലോകത്തിന് നിന്റെ പ്രയോജനമില്ല. നിന്റെ ജ്ഞാനം, നിന്റെ അറിവ്, നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത്, നീ എന്ന് നിനക്കെന്ന് പറയുന്ന എല്ലാം ലോകം നിനക്ക് തന്നതാ, തിരിച്ചു മേടിക്കും. പക്ഷെ തിരിച്ചു മേടിക്കാത്തൊരു വീണ്ടെടുപ്പ് നൽകിയതാ ക്രിസ്തു. ആ ക്രിസ്തുവിനെ പ്രാപിച്ച്, ക്രിസ്തുവിൽ വസിച്ച്, അവൻ നടന്നതുപോലെ ലോകത്തെ ജയിച്ച് ക്രിസ്തുവിനോളം ക്രിസ്തുവിന്റെ മകനായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. നമ്മെ അവൻ നടന്നതുപോലെ നടത്താൻ ശക്തനാകുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.